ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന കോൺഗ്രസ്, റോഡിന്റെ തകർച്ച ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിന്റെ തകർച്ച കരാറുകാരനെ കൊണ്ട് തന്നെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് ഭാഗത്ത് നിന്ന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് തകർച്ച നേരിട്ടതിനെ തുടർന്നാണ് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തിയത്. 200 മീറ്ററാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. റെയിൽവേ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. എന്നാൽ 2 മാസം പൂർത്തിയാകും മുന്നേ റോഡിൻ്റെ പല ഭാഗത്തും തകർച്ച രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് അടർന്നു പോകുന്ന കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ് ഇവിടെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം ധരിപ്പിച്ചിരുന്നു. വിഷയം കരാറുകാരനെ ധരിപ്പിക്കാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. കോൺക്രീറ്റ് റോഡ് തകർച്ച കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. PK അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വാടാനക്കുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, ഇമ്പിച്ചിമണി ഗോപൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലീം, മണികണ്ഠൻ, സലീം തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാരക്കാട് നിന്നും ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് എളുപ്പമാർഗം സഞ്ചരിക്കാവുന്ന റോഡ് കൂടിയാണ് കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ്. കരാറുകാരനെ കൊണ്ട് തന്നെ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.